എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇനി ഒരു പോയത്തിലോട്ട് പോവുകയാണ്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പോയം. എൻ്റെ ഇതിൽ പേജ് നമ്പർ 30. ഓക്കെ. ഹ്യൂമൻ കൈൻഡ് ഈസ് ഓൾവേസ് ഇൻ സെർച്ച് ഓഫ് ഹാപ്പിനെസ് ദാറ്റ് ഈസ് ഫാർ ബിയോണ്ട് ഇറ്റ്സ് റീച്ച്. ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതായ അന്വേഷണത്തിലാണ്. ആ സന്തോഷം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫാർ ബിയോണ്ട് ഇറ്റ്സ് റീച്ച്. അത് എത്തിപ്പിടിക്കുന്നതിനും അപ്പുറത്ത് ആണ് സന്തോഷം ഇരിക്കുന്നത്. ഓക്കെ, പൊതുവിൽ അങ്ങനെയാണ് നമുക്ക് ലോകത്ത് കാണപ്പെടുന്നത്. പക്ഷെ നമ്മളെല്ലാം സന്തോഷമുള്ളവരാണ് അല്ലേ? നമുക്ക് പിന്നെ വേറെ ഒന്നിൻ്റെയും കുറിച്ച് ചിന്തകളൊന്നും ഇല്ലല്ലോ. പഠിക്കാൻ പോകുന്ന കാര്യത്തിൽ മാത്രമല്ലേ നമുക്ക് അത്യാവശ്യം അസന്തോഷമുള്ളൂ, അങ്ങനല്ലേ? ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ വളരെ ഹാപ്പി അല്ലേ? ഓക്കെ. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്? എന്താണ് ഈ ഹാപ്പിനെസിന്റെ രഹസ്യം എന്ന് പറയുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ? ഒരുവന് സന്തോഷിക്കണമെങ്കിൽ അതിന്റെ പുറകിലെ രഹസ്യം എന്താണ് എന്നാണ് കവി ചോദിക്കുന്നത്. റീഡ് ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ദ ഏർലി സ്പ്രിംഗ് ബൈ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് ഡിസ്കവർ ഹൗ ഹി അൺഫോൾഡ് ദ വേൾഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് ഹാപ്പിനെസ്. ഇവിടെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന വില്യം വേർഡ്സ്വർത്തിന്റെ ഒരു പോം ഉണ്ട്. ആ പോം എന്ത് ചെയ്യുക? വായിക്കുക. ആ പോം വായിച്ചതിന് ശേഷം മനസ്സിലാക്കണം, കണ്ടെത്തണം, ഡിസ്കവറി ചെയ്യണം. ഹൗ ഹി അൺഫോൾഡ്, തുറന്ന് കാണിക്കുന്നു. ഫോൾഡ് ചെയ്യുക, മടക്കി വയ്ക്കാതെ തുറന്നു വയ്ക്കുന്നു. എ വേൾഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് ഹാപ്പിനെസ്. ബ്യൂട്ടിയുടെയും ഹാപ്പിനെസിന്റെ ഒരു ലോകത്തെ തുറന്നു വയ്ക്കുന്നതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് എന്ത് ചെയ്തത്? ഈ കവിതയിൽ കവി ശ്രമിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പാഠത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഓഥറെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. വില്യം വേർഡ്സ്വർത്ത് വാസ് ബോൺ ഇൻ 1770, 1770. നിങ്ങൾ ജനിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അപ്പനോ? ഇല്ലല്ലേ? 1770 ജനിക്കുകയും 1850 മരിക്കുകയും ചെയ്തതായ ഒരു എഴുത്തുകാരനാണ് വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത്. ആ കാലഘട്ടം ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തുമാത്രം പഴയതാണ്, അല്ലെങ്കിൽ എന്തുമാത്രം പുറകിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നുവെന്നും, എങ്കിലും അദ്ദേഹത്തിന്റെ കവിതകൾ എന്തുമാത്രം ആനുകാലിക പ്രസക്തി ഉണ്ട്, കണ്ടംപററി ആയിട്ട് അതിന് പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരല്ലേ നമ്മൾ കവികളെന്ന് വിളിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതായ കവിതയാണ്, പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിലും അതിന് പ്രസക്തിയുണ്ട്. ഓക്കെ, അപ്പോൾ അത്രമാത്രം ജീനിയസ് ആയിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലാക്കാം. വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയിറ്റ്. ഒരു പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെ ആംഗലേയ കാൽപ്പനിക കവിയാണ് വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ. ലിറിക്കൽ ബാലാഡ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് പോംസ് ആണ്. ഒരു കൂട്ടം കവിതകളുടെ ഒരു കൂട്ടം. അങ്ങനെയുള്ള കവിതകളെ ചേർന്നിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനാണ് ലിറിക്കൽ ബാലാഡ്സ് എന്ന് വിളിക്കുന്നത്. അത് എഴുതിയത് രണ്ടുപേർ ചേർന്നിട്ടാണ്. റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് സാമുവൽ ടൈലർ. ഈ രണ്ടുപേർ ചേർന്നിട്ടാണ് ഒരു ബാലി എഴുതുന്നത്, ലിറിക്കൽ ബാലാഡ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ആരൊക്കെയാ? വില്യം വേർഡ്സ്വർത്തും സാമുവൽ ടൈലർ കോൾറിച്ചും കൂടി ചേർന്നിട്ടാണ് ആ ഒരു സമാഹാരം എഴുതുന്നത്, കവിതകളുടെ ഒരു കൂട്ടം, ഒരു പുസ്തകത്തിൽ. മെയ്ഡ് ഹിം എ മേജർ ഫിഗർ ഇൻ ദി ലിറ്റററി സർക്കിൾ. സാഹിത്യ ലോകത്തിൽ, സാഹിത്യ ചുറ്റുപാടത്തിലും ഇയാൾക്കൊരു എന്ത് നൽകി കൊടുത്തു? മേജർ ഫിഗർ, മികച്ച രൂപ നൽകി കൊടുത്ത ഒരു സംഭവമായിരുന്നു ഈ ലിറിക്കൽ ബാലാഡ് എന്ന് പറയുന്നതായ കവിതാ സമാഹാരം. ഹി ബിക്കെയിം പോയറ്റ് ലൗറേറ്റ് ഇൻ 1843. 1843 ആസ്ഥാന കവിയാകപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? വില്യം വേർഡ്സ്വർത്ത്. അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തില്, ബ്രിട്ടീഷ് പാലസിൽ ഇദ്ദേഹം ആസ്ഥാന കവിയായിരുന്നിട്ടുണ്ട്. ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡഡ് ഡാഫോഡിൽസ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാകും, ഓക്കെ, അറിഞ്ഞിട്ടുണ്ടാകും എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട്. ലൂസി ഗ്രേ, അനിത, പ്രിലൂഡ്, ഇതൊക്കെ അദ്ദേഹത്തിന് പ്രശസ്തമായ. ഇത് മാത്രമല്ല, ഒരുപാടുണ്ട്. ഓക്കെ, അത്രയും ഒരു കവിയാണ് അദ്ദേഹം. ഇൻ സിമ്പിൾ ഓർഡിനറി ലാംഗ്വേജ്, വളരെ ലളിതമായ സാധാരണ ഭാഷയിൽ വേർഡ്സ്വർത്ത് അവതരിപ്പിക്കുന്നുണ്ട്. നാച്ചർ ആസ് ആൻ ആന്റിഡോട്ട് ഓഫ് കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസസ് ഓഫ് സൊസൈറ്റി. കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസസ്, അഴിമതിയിലേക്ക് പോകുന്നതായ അല്ലെങ്കിൽ തെറ്റിലേക്ക് പോകുന്നതായ സൊസൈറ്റിയെ അതിനെതിരെയുള്ള ഒരു ആന്റിഡോട്ടാണ്, ഒരു പ്രതിരോധക മരുന്നായിട്ടാണ് തന്റെ
ആ കവിതകളിലൊക്കെയും പ്രകൃതിയെ താൻ എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. പ്രകൃതി എന്ന് പറയുന്നത് എല്ലാത്തിനും എല്ലാ തിന്മകൾക്കും എതിരുള്ള ഒരു പ്രതിരോധക മരുന്ന് എന്ന് അദ്ദേഹം കവിതയിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു തരും. ഹീസ് നോൺ ആസ് എ പോയറ്റ് ഓഫ് നാച്ചർ. പ്രകൃതിയുടെ കവി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അങ്ങനല്ലേ? പ്രകൃതിയുടെ കുട്ടികൾ എന്ന് നിങ്ങളുടെ വിളിപ്പേരുണ്ടാവണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ അറിയപ്പെടണ്ടേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളിലും പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു രീതി ഉണ്ടാകേണ്ടതും നല്ലതാണ്. അപ്പോൾ മറ്റ് ആമുഖ പറഞ്ഞു പോകാനുള്ളതായ സമയം ഞങ്ങളുടെ പക്കൽ എൻ്റെ പക്കൽ കുറവായതുകൊണ്ട് നേരിട്ട് കവിതയിലേക്ക് പോവുകയാണ്. I had 1,000 blooded knots while I in a grave I sat reclined. ഓക്കെ, ഞാൻ 1,000 ബ്ലണ്ടഡ് നോട്ട്സ്, 1,000 ബ്ലണ്ടഡ് നോട്ട്സ് ഞാൻ കേട്ടു. while in a grove I sat reclined. ഞാനൊരു തോട്ടത്തിൽ അങ്ങനെ വിശാലമായി ചാരിയിരിക്കും. നമ്മൾ ചാരി കസേര അറിയാമോ? ചാരി കസേര, അപ്പൂപ്പന്മാരുടെ പണ്ട് ഇഷ്ട കസേര ആയിരുന്ന ചാരി കസേര. അതിലൊക്കെ വളരെ ഉദാസീനതയോടുകൂടി അല്ലെങ്കിൽ വളരെ വിശ്രമിക്കാൻ എന്നോണം വളരെ സന്തോഷപരമായിട്ട് ചാരിയിരിക്കാറില്ലേ? ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന, അതായത് വളരെ സുഖേന ഇരിക്കുന്ന ഇരിപ്പിനെയാണ് റീക്ലൈൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഓക്കെ, അതായത് മറ്റ് ആകുല ചിന്തകളൊന്നുമില്ലാതെ ആ നിമിഷത്തെ അല്ലെങ്കിൽ എന്തോ മഹത് കാര്യങ്ങൾ ചെയ്തിട്ട് വന്ന് വിശ്രമിക്കുന്നതായ, അല്ലെങ്കിൽ എന്തോ മഹത് കാര്യം ചെയ്തിട്ട് അയവേർക്കാൻ വേണ്ടിയിരിക്കുന്നതായ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് റീക്ലൈൻഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു ഗ്രോവിലിരിക്കുമ്പോൾ, ഗ്രോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞ വനമെന്ന് പറയാം, മരങ്ങളുടെ കൂട്ടമെന്ന് പറയാം. ഇനി പിന്നെ ഓക്കെ, നമ്മുടെ വെള്ളാണി കായലിന്റെ ചില ഭാഗങ്ങളൊക്കെ പോകുകയാണെങ്കിൽ മരങ്ങളാൽ നിബിഡമായ ഒരു സ്ഥലമുണ്ടാകും. അവിടെ കിളികളുടെയൊക്കെ വാസസ്ഥലങ്ങളും കൂടുതലൊക്കെ ഉണ്ടാകും. മറ്റ് മനുഷ്യരുടേതായ കടന്നുകൂടൽ അധികമില്ലാത്ത ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പാരന്റ്സുമായിട്ടൊക്കെ പോയി ഒന്ന് ഗവേഷണം നടത്തുക. അകത്ത് കയറി ശല്യപ്പെടുത്തണ്ട. അതിൻ്റെ അകത്ത് പാമ്പും മറ്റേ പഴുതാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതിന് വെറുതെ കടിയും ഒക്കെ വാങ്ങിച്ചു പിടിക്കണം. അങ്ങനെയൊന്നും പോകണ്ട. ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട് കാഴ്ച വിട്ട് വരിക. ഓക്കെ, ഞാൻ ഇടയ്ക്ക് പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന സംഭവത്തിനെ ഗ്രോവ് എന്ന് പറയാം. വനം തന്നെ ആകണമെന്നില്ല. നിബിഡമായി വൃക്ഷങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണെങ്കിൽ അടുത്തടുത്ത് മരങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ഗ്രോവ് എന്ന് പറയാം. നിങ്ങൾക്ക് കാവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വൃക്ഷങ്ങൾ ദീർഘകാലം അതിനെ തകർക്കാതെ അല്ലെങ്കിൽ വെട്ടി കളയാതൊക്കെ നിർത്തിയിരിക്കുന്ന, ഓക്കെ, അങ്ങനെ മരങ്ങളെ പ്രിസർവ് ചെയ്യുന്ന ഒരു സ്ഥലമെന്ന് നമുക്ക് ചുരുക്കി സംക്ഷിപ്ത രൂപത്തിൽ പറയാം. പിടിയോ? അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, അത് കാടാകാം, വനമാകാം, ഈ പറഞ്ഞ പോലെ കാവാകാം, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി സംരക്ഷണ ചില സ്ഥലങ്ങളിലെ കുറച്ച് റിമോട്ട് ഏരിയാസ് ഒക്കെ ആകാം. എനിവേ, മരങ്ങൾ നിബിഡമായി നിൽക്കുന്നതായ, കൂട്ടമായി നിൽക്കുന്നതായ, എല്ലാവർക്കും ഒരു ഹാർമണിയായിട്ട് മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളൊക്കെ ചേർന്ന് ഒരുമിച്ച് നിൽക്കുന്നതായ, അല്ലെങ്കിൽ ഹാർമണിയസ് ആയിട്ട് നിൽക്കുന്നതായ ഒരു സ്ഥലം, അവിടെയാണ് ഇയാൾ ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന ഇയാള് 1,000 ബ്ലണ്ടഡ് നോസ് കേൾക്കുകയാണ്, ഇഴുകിച്ചേർന്ന. അതിൽ നിന്ന് ഒന്നിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. മനസ്സിലായോ എന്തോ? ഇപ്പൊ കുയിൽ വിളിച്ച് തീരെയാണ്, കൂന്ന് വിളിച്ച് തീർന്ന ശേഷം അടുത്ത് കാന്ന് കാക്ക വിളിക്കാൻ തുടങ്ങിയില്ല. കുയിൽ കൂവുകയും കാക്ക കാന്നാക്കുകയും, ഇനി അപ്പുറത്തെങ്ങാനും പിന്നീട് പശു ഉണ്ടെങ്കിൽ, സാധ്യതയില്ല, പശു ഉണ്ടെങ്കിൽ അത് മൂന്നാക്കുകയും, അങ്ങനെ എല്ലാ ശബ്ദവും ഒരുമിച്ച് കേൾക്കുന്ന, ഒരേ സമയത്ത് കേൾക്കുന്നതായ, ഇഴുകിച്ചേർന്ന് കേൾക്കുന്നതായ ഒരു 1,000 ശബ്ദങ്ങൾ. പിടികിട്ടിയോ? ബ്ലണ്ടഡ് നോട്ട്സ്. ഓക്കെ, അടുത്ത വൈൽ ഇൻ എ ഗ്രോവ്. ഓക്കെ, ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ pleasant thoughts bring and sad thoughts to the mind. ആ ഒരു മനോഹരമായ നിമിഷം, അങ്ങനെയല്ലേ? നിങ്ങൾ ട്യൂഷൻ ക്ലാസ്, നമ്മുടെ ക്ലാസ്സിൽ നിന്നിരിക്കുമ്പോഴത്തേക്കും, ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ വളരെ സ്വീറ്റ് മൂഡിലൊക്കെ അങ്ങ് ഇരിക്കുകയായിരിക്കും. ഓക്കെ, നന്നായിട്ടൊക്കെ കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള ചിന്തയിൽ ഇരിക്കുമ്പോഴായിരിക്കും എന്ത് ചിന്തിക്കുക? വീട്ടിൽ അയ്യോ അമ്മ മീൻ കറി വെച്ചിട്ടുണ്ട്, ഇന്ന് പൊരിച്ച മീൻ, അല്ലെ അയ്യോ അമ്മ ചിക്കൻ വെച്ചിട്ടുണ്ട്, ഇന്ന് ഈ സാർ ക്ലാസ് നിർത്തുന്നുമില്ല, എന്നാൽ പിന്നെ പോയി ചിക്കൻ തിന്നാനും പറ്റുന്നില്ല, ഈ ക്ലാസ് കളഞ്ഞിട്ട് പോകാനും വയ്യ, എന്നാൽ ചിക്കൻ തിന്നാതിരിക്കാനും വയ്യ എന്നുള്ളതായ ദുഃഖങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടാവാറില്ലേ? നിങ്ങൾക്ക് സാധാരണ രീതിയിൽ പഠിക്കാനും തിന്നാനും മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈ കവി അങ്ങനെയല്ല. കവി അങ്ങനെ ആ ഒരു മനോഹര മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴത്തേക്കും, ഓക്കെ, വെൻ പ്ലസന്റ് തോട്ട്സ്, അപ്പൊ അയാൾക്ക് പ്ലസന്റ് തോട്ട്സ് തന്നെയല്ലോ, അങ്ങനെ ആ ഒരു, കാരണം അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ആ പ്ലസന്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ഹിസ് മൈൻഡ്. അയാളുടെ മനസ്സിൽ ദുഃഖം കൊണ്ടുവരികയാണ്.
അങ്ങനെയല്ലേ? ഓക്കെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ 10:30 സാധാരണ രീതിയിൽ ട്യൂഷൻ വിടേണ്ട സമയമായി. ഈ സാറ് 10:30 ആയിട്ടും ട്യൂഷൻ വിടുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് വരുമ്പോൾ മക്കളെ ദോശയും ചിക്കൻ കറിയൊക്കെ വെച്ചിരിക്കാമെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ക്ലാസ്സിൽ വിട്ട് ഇറങ്ങിയിട്ട് സാറേ നേരത്തെ സാറേ എനിക്ക് പോകണമെന്ന് പറയാനും വയ്യ, എന്നാൽ വീട്ടിലിരിക്കുന്ന ഇറച്ചി ഒഴിവാക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഒരു സന്തോഷമായ ആ ഒരു നിമിഷത്തിൽ എന്ത് ദുഃഖം കൂടെ കയറി വരികയാണ്, പറ്റുന്നില്ലല്ലോ എന്ന് ദുഃഖം കയറി വരികയാണ്. ഇതുപോലെ ഈ കവിക്കും അദ്ദേഹം ആ പ്രകൃതിയിൽ ലയിച്ചു ചേർന്നപ്പോൾ സന്തോഷത്തിന്റെ മാനസികാവസ്ഥയിലായിരിക്കുമ്പോൾ ആ മനോഭാവത്തിൽ ഇയാൾ വന്നിരിക്കുമ്പോൾ ആ മനോഭാവത്തെ ഹാപ്പിനെസ്സിലേക്ക് എന്തുകൂടെ ഇഴുകിച്ചേർന്ന് വരികയാണ്, ദുഃഖത്തിന്റെ ചിന്തകൾ കൂടി ഇഴുകിച്ചേർന്ന് വരികയാണ്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. അതായത് നല്ല കാര്യങ്ങളും അതുപോലെ നന്മയും തിന്മയും ഒക്കെ അദ്ദേഹത്തിന് അവിടെ ഓർക്കാൻ സാധിക്കുന്നുവെന്ന് സാരം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കയറ്റവും ഇറക്കമുള്ളത് പോലെ, അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിൽ അത് ഉണ്ട് എന്ന് കാണിക്കുകയാണ്, അല്ലെങ്കിൽ പ്രകൃതിയിൽ അവണ്ണമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിപ്പിച്ചു തരികയാണ് കവി വരികളിലൂടെ നമ്മോട് പറയുന്നത്. കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പഠിപ്പിക്കുന്ന എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് പറയാവുന്ന രീതിയിൽ എനിക്ക് എത്ര വാക്കുകളുണ്ടോ ആ വാക്കുകളാൽ എനിക്ക് വിവരിക്കാം. നിങ്ങൾക്ക് എന്ത് വാക്കുകളുണ്ടോ ആ വാക്കുകളാൽ കൂടിയും ഈ കവിതയെ എന്ത് ചെയ്യാം, വ്യാഖ്യാനിക്കാവുന്നതാണ്. അതാണ് കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കവിത എല്ലാ കാലത്തും എല്ലാവരെയും ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 4 വരിയാണ്. നമുക്ക് അതിന്റെ പോയിറ്റിക്ക് എന്തുകൂടെ ചെന്ന് കൊണ്ടുപോകുക. നിങ്ങൾക്ക് അതിൽ നിങ്ങൾ സ്കൂളിലെ ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ മറ്റ് സംഭവങ്ങളൊന്നും പറഞ്ഞു തരേണ്ടി വരില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. SAT സാറ്റ് എന്ന് പറയുന്നത് പഴയ ഓൾഡ് ഇംഗ്ലീഷ് SAT എന്ന സാറ്റിനകത്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പോയിറ്റിക് ഡിവൈസസിനെ കുറിച്ചൊക്കെ സ്കൂൾ ക്ലാസ് കിട്ടിയിട്ടുണ്ടാകും. എങ്കിലും കണ്ട് മനസ്സിലാക്കാത്തവർക്കായിട്ടൊക്കെ നമുക്കതിന്റെ നോട്ട്സ് NOTS നോട്ട്സ് ലാസ്റ്റ് വേണം അല്ലേ? തൊട്ട് അടുത്ത നെക്സ്റ്റ് ലൈനിൽ ലാസ്റ്റ് വിടുന്നത് റീക്ലൈൻഡ് ആണ്. ഒരു തമ്മിൽ എന്തില്ല, സ്വരച്ചേർച്ചയിൽ നമുക്ക് അതുകൊണ്ട് ആദ്യത്തെ നോട്ട്സ് നമ്മൾ A എന്ന് കൊടുക്കുന്നു, രണ്ടാമത്തെ റീക്ലൈൻഡ് B എന്ന് കൊടുക്കുന്നു. അടുത്ത മൂന്നാമത്തെ ഒരു ലാസ്റ്റ് വിട് തോട്ട്സ്. നോട്ട്സും തോട്ട്സുമായിട്ട് ഒരു പ്രാസം. എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ Aയും മൂന്നാമത്തെ തോട്ട്സ് നമ്മൾ കൊടുത്തു ഒരു A കൊടുക്കാൻ സാധിക്കും. പിന്നെ മൈൻഡ്, റീക്ലൈൻഡ് മൈൻഡ് തമ്മിലൊരു ബന്ധം. സോ ഒരു സാദൃശ്യത, ഒരു പ്രാസം. ഓക്കെ. സോ നമ്മൾ എന്ത് കൊടുക്കുന്നു, A B എന്ന് കൊടുക്കുന്നു. AB എഴുതി അതിപ്പോൾ സ്പേസ് വിട്ടിട്ട് അടുത്ത് AB എഴുതുന്നു. സ്പേസ് വിടാൻ മനസ്സില്ലെങ്കിൽ കോമയിട്ടാലും മതി. കോമയിടാതെ സ്പേസ് വിടുന്നതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഈ കവിതയിൽ ഇദ്ദേഹം ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോ ദുഃഖകരമായ ചിന്തയുടെ ഉള്ളിലേക്ക് കയറി വന്നു. ഒരുപക്ഷെ നമുക്ക് ഇന്ന് ചിന്തിക്കാം, ഇത്രയും ഒക്കെ ഈ ഒരു ചിങ്ങമാസക്കാലത്തും ആത്തപ്പൂക്കളത്തിന്റെയൊക്കെ നാളുകൾ വരാൻ പോകുന്ന, മാവേലിയുടെ വിസിറ്റ് നടക്കാൻ പോകുന്നതായ ഊഞ്ഞാലിന്റെയും മറ്റ് കാർഷിക സന്തോഷത്തിന്റെയൊക്കെ ഈ വേളയിൽ കൊറോണ കൊണ്ട് ലോക്ക്ഡൌൺ ആയി പോയില്ലേ എന്നുള്ള ദുഃഖമാകാം ഇന്നത്തെ സന്ദർഭത്തിൽ പറയാം. അല്ലെങ്കിൽ ആ കവി പണ്ട് എന്റെ കുട്ടിക്കാലത്തിൽ ഇതുപോലെ മരക്കൂട്ടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് തണുപ്പായിരുന്നു, അല്ലെങ്കിൽ എന്ത് സുഖശീതളിമയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇല്ലല്ലോ. ഈ സ്പ്രിംഗ് സീസണിലും കഠിനമായ ചൂടോ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തയായിരിക്കാം വന്നിട്ടുണ്ടാകുക. അല്ല എങ്കിൽ തന്റെ കുഞ്ഞുനാളുകളിൽ ഇവിടെ നിന്ന് ഇരുന്നാൽ നോക്കത്താ ദൂരത്തോളം വൃക്ഷങ്ങളും അതുപോലെ മറ്റിതര കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകണം. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. കുറഞ്ഞു മണിമന്ദിരങ്ങളല്ലേ അങ്ങ് ഉയർന്നു നിൽക്കുന്നത്. ഇനി അന്നാണെങ്കിൽ പുഴ ഒരുപാട് നീളമുണ്ടായിരുന്നു, ഒരുപാട് വീതി ഉണ്ടായിരുന്നു. ഇന്ന് പുഴയുടെ വീതി വളരെ കുറഞ്ഞ് അവിടെ നടപ്പാതകളും മറ്റിതര കാര്യങ്ങളും വന്നു പോയല്ലോ എന്നുള്ള ചിന്തകളാകാം കവിയെ വേദനിപ്പിച്ചിട്ടുണ്ടാക്കുക. അപ്പൊ കവിയെ വേദനിപ്പിക്കാൻ പ്രകൃതിക്ക് അനുകൂലമല്ലാത്ത ഏതും നമുക്ക് വിഷയമായിട്ട് അവിടെ എടുത്തങ്ങ് ഇടാം. അതാണ് ഞാൻ പറഞ്ഞത്. വായിക്കുന്നവന്റെ അറിവനുസരിച്ചും കേൾക്കുന്ന അറിവനുസരിച്ചും അതിനെന്ത് ചെയ്യാൻ, വ്യാഖ്യാനിക്കാൻ കഴിയും. ഇന്നത് തന്നെ വ്യാഖ്യാനിക്കാവൂ എന്ന് കവിതയ്ക്ക് നിയമമില്ല. ഓക്കെ, വ്യാഖ്യാനത്തിനാണ്. ഓക്കെ, മറ്റു റൂൾസിനൊക്കെ നിയമങ്ങളുണ്ട്. റൈറ്റ്. അപ്പോൾ ഇതിന്റെ റൈമിംഗ് സ്കീംസ് നമുക്ക് മനസ്സിലാക്കി. ഏതാണ് എ ബി ആണ്. ഓക്കെ, എല്ലാ സ്റ്റാൻസിലും അങ്ങനെയാണ് എന്ന് നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. പിന്നെ അതുപോലെ ഓക്കെ, അടുത്തെന്താ സംഭവിക്കുന്നത്? അപ്പോൾ റൈമിംഗ് വേർഡ്സ് ചോദിച്ചാൽ നോട്ട്സും തോട്ട്സും റീക്ലൈൻഡ് മൈൻഡ് ഒക്കെയാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഐ ഹാഡ് 1000 ബ്ലണ്ടഡ് നോട്ട്സ് എന്ന് പറയുന്ന സംഭവത്തിൽ ഓഡിറ്റോറി ഇമേജ് നമുക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെയും
ചില സന്ദർഭങ്ങളിലൊക്കെ പല 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 പക്ഷികളുടെ ശബ്ദം ഒരുമിച്ച് കേൾക്കുന്നില്ലേ? ഒരു കേൾവി, ഒരു ഇമേജ്, ഒരു ദൃശ്യം, നിങ്ങൾ ബിംബം നിങ്ങൾ മനസ്സിൽ കൊണ്ട് തന്നില്ലേ കവി? ഓക്കെ, അതിന് ഓഡിറ്ററി ഇമേജ് എന്ന് വിളിക്കാം. പോയിട്ടിന് ഈ ഒരു സ്റ്റാൻസയിൽ എന്തായ സംയുക്തമായ അയാൾക്ക് ചിരിക്കണമെന്നുണ്ട്. തനിക്ക് ഇവിടെ ഈ ഗ്രോവിൽ വന്നിരിക്കാൻ സാധിച്ചതിലും ഇത്രയും ബ്ലെൻഡഡ് ആയ നോയിസസ് എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചതൊക്കെ സന്തോഷമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ താൻ ദീർഘവീക്ഷണം ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ താനൊന്ന് മുന്നോട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ സംഭവിച്ചു പോയില്ല എന്നുള്ള ദുഃഖം അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കും. അപ്പം മിക്സ്ഡ് ഫീലിംഗ് അദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുന്നു എന്ന് ഒരു ചിന്ത നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓഡിറ്ററി ഇമേജ് അവിടെ ഉണ്ട്. പിന്നെ ആ വരിയിൽ നമുക്ക് കാണുന്നത് 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്നൊരു സംഭവം ഉണ്ടായി. നമുക്ക് വേണമെങ്കിൽ ഹൈപ്പർബോൾ എന്ന് വിളിക്കാം. ഹൈപ്പർബോൾ എന്ന് വെച്ചാൽ മനസ്സിലാവോ? അതിശയോക്തി. എന്താ അതിശയോക്തി എന്ന് പറയുന്നത്? ഓക്കെ, ഞാനിപ്പോ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ കാണാൻ ലോകസുന്ദരനെ പോലെ ഇരിക്കണമെന്ന് പറയുകയാണെങ്കിൽ അത് അതിശയോക്തിയാണ്. അത്യാവശ്യം സുന്ദരനൊക്കെ ആണെങ്കിലും അത് ലോകസുന്ദരൻ എന്ന് പറയുകയാണെങ്കിൽ അതിശയോക്തിയാണ്. അതുപോലെ അവിടെ ഒരു കുറേ ശബ്ദങ്ങൾ കേട്ടു അല്ലേ? അതിനെ 1000 ശബ്ദങ്ങൾ കേൾക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സുഖമില്ല. ഈ ചില അമ്മൂമ്മമാര് പള്ളിയിലൊക്കെ പോയിട്ട് ദൈവമേ ഞാൻ നിനക്ക് ഒരു കോടി നന്ദി പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ചില അക്കൊക്കെ പറയാറുണ്ട്, അമ്മൂമ്മമാരൊക്കെ പറയാറുണ്ട്. ഒരു കോടി എണ്ണി തീർക്കൂ ഈ അമ്മൂമ്മ എങ്കിലും അങ്ങ് പറയും. അതൊരു അതിശയോക്തിയാണ്, ഹൈപ്പർബോളാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞത് 1000 ബ്ലെൻഡഡ് നോട്ട്സ്, 1000 പിന്നെ ഇടകലർന്നതായ നോട്ട്സ്. മനസ്സിലായോ? അവിടെ അവിടെ ഉപയോഗിക്കുന്ന ഹൈപ്പർബോൾ എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ അതൊരു ഡിവൈസാണ്, പോയിറ്റിക് ഡിവൈസസ് ആണ്. അതായത് ലഭ്യമായ ചെറുതിനെ വരച്ച് കാട്ടുക എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഈ വലിയ അമ്മമാർക്കും ചില അമ്മമാർക്കൊക്കെ ഈ ശീലങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നൊക്കെ വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സാരി ഉണ്ടെങ്കിലും അതിനെ ഡിഫറെന്റ് ആയിട്ട് കളറൊക്കെ പൂശി പിന്നീട് അങ്ങനെയൊക്കെ പോകാൻ തോന്നുന്ന ഒരു രീതി. ഓക്കെ, എല്ലാവരും മനസ്സിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവിടെ കവിക്ക് ഇത്തിരി കൂടുതലാണ്. അദ്ദേഹം അത് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് വരച്ച് കാട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ആ വരിയിൽ നമുക്കൊരു ബിറ്ററിന്റെയും അതുപോലെ സ്വീറ്റിന്റെയൊക്കെ ഭാവം മൂഡ് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റാൻസിലോട്ട് പോവുകയാണ്. ടു ഹെർ ഫെയർ വർക്സ് ഡിഡ് നാച്ചുറൽ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റൺ. ടു ഹെർ ഫെയർ വർക്സ്, ഇവിടെ ഹെർ എന്ന് ഉദ്ദേശിച്ച ആരെയാണ്? നമ്മുടെ പ്രകൃതിയാണ്. പ്രകൃതി നമ്മൾ സ്ത്രീയായിട്ടല്ലേ കണക്കാക്കിയിരിക്കുന്നത്? ലോകത്തിലുള്ള അത്യാവശ്യം രാജ്യങ്ങളെ, നമ്മൾ നദികളെയൊക്കെ സ്ത്രീയായിട്ട് കണക്കാക്കിയിരിക്കുന്നു അല്ലേ? സ്ത്രീകൾക്ക് വലിയൊരു പങ്ക് കൊടുക്കുന്നതായ ഒരു രാജ്യമാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്? ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാരത മാതാ കി ജയ് എന്നൊക്കെ വിളി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഓക്കെ, വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ശരി. അപ്പോ ടു ഹെർ ഫെയർ വർക്ക്, പ്രകൃതിയെയും സ്ത്രീയായിട്ട് കണക്കാക്കുന്നുണ്ട്. ടു ഹെർ ഫെയർ വർക്ക്സ്, ആ പ്രകൃതിയുടെ ഫെയർ വർക്സിനാൽ, മികച്ച വർക്കിനാൽ, നല്ല പ്രവൃത്തികളാൽ, ഡിഡ് നാച്ചുറൽ ലിങ്ക്, പ്രകൃതിയെ ലിങ്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആരുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുന്നത്? ഹ്യൂമൻ സോൾ, മനുഷ്യാത്മാക്കളുമായിട്ട്, മനുഷ്യരുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ത്രൂ മീ റാൻ, അതിലൂടെയാണ് ഞാനും, അല്ലെങ്കിൽ അത് എന്നിലൂടെയാണ് ആ പ്രകൃതി മനുഷ്യരുടെ ലിങ്ക് എന്ത് ചെയ്ത് ലയിപ്പിച്ചിരിക്കുന്നു എന്ന് സാരം. അതായത് അത് എന്നിലൂടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. മീൻസ് പ്രകൃതി തന്റെ അന്തിമമായ അല്ലെങ്കിൽ ഏറ്റവും ഉദാത്തമായ വർക്കിലൂടെയും എല്ലാ മനുഷ്യാത്മാക്കളെയുമായിട്ടൊരു ലിങ്ക് ഉണ്ട്. അത് എന്നിലൂടെയും സംഭവിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതിൽ ഒരു കണ്ണി ഞാനാണ് എന്നും കവി പറയുകയാണ്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക്. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇതിലേക്ക് വേറൊരു ചിന്ത കയറി വരുന്നത്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക്. ചിന്തിക്കുമ്പോൾ എനിക്ക് ദുഃഖം വരികയാണ്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, എന്തും മനുഷ്യനായിട്ട് തന്നെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പ്രളയം വന്നപ്പോഴും പറഞ്ഞു, ഉരുൾപൊട്ടലുകൾ വരുമ്പോഴും പറയുന്നുണ്ട്. ഇനി സുനാമി പോലത്തെ സംഭവങ്ങൾക്ക് ഒരുപക്ഷെ പറയുന്നുണ്ടാകാം. ഇതൊക്കെയും മാൻ മെയ്ഡാണ്, മനുഷ്യ നിർമ്മിതമാണ്, മനുഷ്യ സൃഷ്ടിയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പത്രഭാഷ പോലും അങ്ങനെ പറഞ്ഞു, ഇതൊക്കെ മനുഷ്യ സൃഷ്ടിയാണെന്ന് പറഞ്ഞു കേട്ടു ഇല്ലേ? എന്തുകൊണ്ടത് മനുഷ്യ സൃഷ്ടിയാണെന്ന് പറഞ്ഞു കേൾക്കപ്പെടുന്നു? പ്രളയം മനുഷ്യ സൃഷ്ടിയാണോ? അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകൾ മനുഷ്യ സൃഷ്ടിയാണോ? സ്വാഭാവികമായ ഒരു നദിക്കൊരു നീർച്ചാലിനൊരു ഒഴുക്കുണ്ടായിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തടയണകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് കോമ്പൗണ്ട് വാളുകൾ കെട്ടിയിട്ടൊക്കെ നമ്മൾ അതിനെ റൂട്ട് മാറ്റി വിടുന്നുണ്ടാവും.
നിങ്ങളുടെ വീട്ടിന്റെ പരിസരങ്ങളിൽ ഒരുപക്ഷെ മുൻകാലങ്ങളിൽ അപ്പൂപ്പന്മാരോട് ചോദിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തെ റൂട്ട് തിരിച്ച് പൈപ്പിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂട്ട് തിരിച്ച് അവിടെ നിങ്ങളുടെ കോമ്പൗണ്ട് വാൾ കെട്ടി അതിനുള്ളിൽ വീട് വെച്ച് മണ്ണിട്ട് നികത്തി അതിന്റെ മുകളിൽ വീട് വെച്ചതിന് ശേഷം നിങ്ങൾ താമസിക്കുന്നുണ്ടാകാം. അതിന്റെ സ്വാഭാവികമായ സ്ട്രെയിറ്റ് വേയെ മാറ്റിയിട്ട് ഒരു കർവ്ഡ് വേ ആക്കി മാറ്റി. ഇത് മണ്ണിനെ എന്ത് ചെയ്തേക്കും? പിന്നത്തേൽ അടിയിൽ സമ്മർദ്ദം കൊടുത്തേക്കാം. അത് തീവ്രമാകുമ്പോൾ ഈ പറഞ്ഞതായ ഉൾപ്പെട്ടലിനോ മറ്റു കാരണത്തിനൊക്കെ പോയേക്കാം. പക്ഷെ നമ്മൾക്ക് അത്രമാത്രം സിവിയറായ കാര്യത്തിലല്ല നമ്മൾ ചെയ്തതുകൊണ്ട് നമ്മുടെ വീടൊക്കെ അങ്ങനെ സുരക്ഷിതമായിട്ടിരിക്കുന്നു. ഇത് ചരിഞ്ഞ പ്രദേശമാകുന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ ലെയർ ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ട് ഉൾപ്പെട്ടൽ വരുന്നു. അപ്പോൾ മനുഷ്യൻ തന്നെയാണ് കൃഷിക്ക് വേണ്ടിയിട്ടും മറ്റ് പണി ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മണ്ണിനെ അങ്ങനെ തട്ടായിട്ട് മാറ്റിയത്. അതിനുള്ളിൽ വെള്ളം നിന്നൊക്കെ ഒഴുകി പോകുന്നത് പറഞ്ഞ് കേൾക്കപ്പെടുന്നു. ഇനി ഒരു വശത്തിൽ അങ്ങനെ വരുമ്പോൾ മറുവശത്തിൽ അവർക്കത് ചെയ്തേ മതിയാകൂ എന്നുകൂടിയുണ്ട്. നമുക്കതുകൊണ്ട് എന്തേ പറയാൻ പറ്റുക? കണ്ണടച്ച് മനുഷ്യരെ കുറ്റപ്പെടുത്തുവാനോ ഇനി അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയി താമസിക്കും? ചൊവ്വേ പോകാൻ പറ്റുമോ? നിങ്ങൾ പറ. നമുക്ക് ബുധനിൽ പോവാം, അങ്ങനെയാണോ? ഓക്കെ, ചൊവ്വയിലൊക്കെ വെള്ളം ഉണ്ടെന്നൊക്കെ അന്വേഷിച്ച് നടക്കണമെന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്ക് ജീവിക്കണ്ടേ? ഓക്കെ, അപ്പോൾ ദൈവമേ എന്ന് വിളിച്ച് ദൈവം നമ്മളെ സൂക്ഷിക്കണമെന്ന് വിചാരിച്ചെങ്കിലും ജീവിക്കാൻ പറ്റും കഴിയത്തുള്ളൂ. അങ്ങനെയല്ലേ? ഓക്കെ, റൈറ്റ്. തൽക്കാലം തിരിച്ചു വരുന്നു. ഇവിടെ കവിക്ക് ദുഃഖമാണ്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യൻ എന്താണ് മനുഷ്യന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്? മനുഷ്യനെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ എന്തൊക്കെയാണ് വെച്ച് കൂട്ടുന്നത് എന്നുള്ള ചിന്തയാണ് നമ്മുടെ കവിക്കുള്ളത്. ഓക്കെ, അപ്പൊ അവിടെയും നമുക്ക് എയും ബി ഒക്കെ കാണാം അല്ലേ? ലിങ്ക്, തിങ്ക്, റാന്, മാൻ. അപ്പൊ എ ബി കാണാം. ഓക്കെ, അവിടെ നാച്ചുറൽ സാധാരണ മനുഷ്യരാണ് ലിങ്കൊക്കെ ചെയ്യുന്നത്. ഇവിടെ പ്രകൃതി ലിങ്ക് ചെയ്യുന്നു എന്ന് കേട്ടപ്പോഴത്തേക്കും അതിന് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്ന പോയിട്ട് ഡിവൈസ് കവി അവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ഉപയോഗിച്ചിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പേഴ്സണിഫിക്കേഷൻ ഇവിടെ നാച്ചുറൽ ലിങ്ക് എന്ന് പറയുന്ന വരിയിൽ. ഓക്കെ, പിന്നെ ഒരു വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന് പറയുന്ന വരിയിൽ നമുക്ക് മാനിന്റെ എമ്മും മെയ്ഡിന്റെ എമ്മും മാനിന്റെ എമ്മും ഒക്കെ അണ്ടർലൈൻ ചെയ്തിടുക. അതിന് നമുക്ക് അലിറ്ററേഷൻ എന്ന് പറയാം. വ്യഞ്ജന ശബ്ദങ്ങളുടെ ആവർത്തനം ഒരു വരിയിലോ തൊട്ടടുത്ത വരിയിലൊക്കെ, ചില കവിതകളിലൊക്കെ പോവുകയാണെങ്കിൽ തൊട്ടടുത്ത വരിയിലൊക്കെ ഒരു ആശയം വരുന്നതായ അടുത്ത വരി അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അലിറ്ററേഷൻ എന്ന് വിളിക്കാം. ഇവിടെ ഒരു വരി തന്നെയുണ്ട്, മാൻ, മെയ്ഡ്, മാൻ. അപ്പോൾ അത് എന്താണ്? അലിറ്ററേഷൻ ആണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? കുറിച്ചെടുത്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, കുറിച്ചെടുക്കാം. ത്രൂ പ്രിമോസ്. നെക്സ്റ്റ് സെൻസ് അത് അത്യാവശ്യം ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, ത്രൂ പ്രിമോസ് ടഫ്സ് ഇൻ ദാറ്റ് ഗ്രീൻ ബോവർ the periwinkle trailed its breath, and it's my faith that every flower enjoy the air it breathes. Through പ്രിമോസ് എന്ന് പറഞ്ഞ ഒരു ചെടിയിലുണ്ടാകുന്ന പൂവാണ്. അതിന്റെ കൂട്ടം ഇൻ ദാറ്റ് ഗ്രീൻ ബവർ, ഗ്രീൻ വള്ളിക്കുടലിൽ പ്രിമോസ് എന്ന് പറയുന്ന വസന്തോത്സവം ഒക്കെ സ്പ്രിംഗ് സീസണിൽ കാണപ്പെടുന്നതായ ഒരു മഞ്ഞ നിറത്തിലുള്ള പുഷ്പമാണ്. ആൻഡ് ദ പെരിവിങ്കിൾ എന്ന് പറയുന്നത് ഒരു ചെറിയ പ്ലാന്റിന്റെ ഒരു പൂവാണ്. ഇവ ട്രെയിൽഡ് ഗ്രോ ഇറ്റ്സ് വിത്ത്, ഇങ്ങനെ കൂട്ടമായിട്ട്, അതായത് ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ പോകാമായിരുന്നു, ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകാമായിരുന്നു, ഇത് ഇങ്ങനെ പോയിട്ട് രണ്ടും കൂടെ ഒരു റീത്ത് കണക്കിന്, റീത്ത് എന്ന് വെച്ച് മനസ്സിലാവോ? ഒരു ഒരു യോജിപ്പ് കണക്കാക്കി അല്ലേ? ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു? അതായിരിക്കുന്നു. And it's my faith that every flower enjoys the air it breathes. It is my faith. എന്റെ വിശ്വാസമാണ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ വിശ്വാസം നേരത്തെ പോയിട്ട് കണ്ട കാഴ്ചയാണ്. പെരിവിങ്കിളിന്റെയും അതുപോലെ പ്രിമോസിന്റെയും സംയുക്തം വെച്ച് ചേർന്ന ഒരു റീത്ത് പോലെ അത് വളർന്നു പോകുന്നതായ, ആ തമ്മിൽ ആർക്കും പരാതിയില്ലാത്ത, നിന്റെ മഞ്ഞ കളർ കൊണ്ട് ഇവിടെ എന്ത് കാര്യമാണോ, നിന്റെ നീല കളർ കൊണ്ട് ഇവിടെ എന്ത് കാര്യമാണോ ഒന്നും അവർക്കില്ല. തമ്മിൽ ചേർന്ന് നിന്റെ സൗന്ദര്യം കൊണ്ട് നീ ആയിരിക്കുക, എന്റെ സൗന്ദര്യം കൊണ്ട് ഞാനായിരിക്കുക, നിന്റെ സുഗന്ധം നീ പകരുക, എന്റെ സുഗന്ധം ഞാൻ പടർത്താം എന്ന് പറഞ്ഞ് അവർക്ക് തമ്മിൽ പരിഭവമില്ലാതെ മുന്നോട്ട് പോകുന്നു. അങ്ങനെയല്ലേ? എന്നാൽ മനുഷ്യർക്ക് അങ്ങനെയല്ലല്ലോ. ആഹാ, അവൻ ഒരു നില വെച്ചോ, എനിക്ക് 2 നില വെക്കണം. ആഹാ, അവൻ വെള്ളക്കാർ വെച്ചോ, എന്നാൽ എനിക്ക് വെള്ളക്കാരന്റെ കൂടെ ആ ചുവപ്പുകാരുടെ വാങ്ങണം. അങ്ങനെയല്ലേ? അങ്ങനെയൊന്നും എന്തില്ല, അയാൾക്കില്ല. അയാൾക്ക് മീൻസ് ചെടികൾക്കില്ല, അല്ലെങ്കിൽ ഫ്ലവേഴ്സിനില്ല. ആൻഡ് ഇറ്റ്സ് മൈ ഫെയ്ത്ത്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്, that every flower enjoys the air it breathes.
എല്ലാ ഫ്ലവേഴ്സും അത് എന്ത് ശ്വസിക്കുന്നുണ്ട്? അതായിരിക്കുന്ന സ്ഥലത്തിലെ എയർ ശ്വസിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു പരസ്യം കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കുട്ടി മാസ്ക് വെച്ചിട്ട് മാസ്ക് എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് അച്ഛൻ ചോദിക്കും, എവിടെയാടാ പുറത്ത് പോണത്? കുട്ടി പറയും, പുറത്തേക്കല്ല, അകത്തോട്ടാ. അകത്തോട്ടോ? ഞാൻ ടോയ്ലറ്റിലേക്ക് പോവുകയാണ്, ടോയ്ലറ്റിന്റെ അകത്ത് ദുർഗന്ധം ഉണ്ടെങ്കിൽ കിടാണുമാണ് എന്നൊക്കെ പറഞ്ഞൊരു പരസ്യത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, അങ്ങനെ പരസ്യം കേൾക്കുക. അതിലൊരു വലിയ സംഭവമുണ്ട്. താൻ വളരുന്ന സാഹചര്യത്തിൽ തനിക്ക് ശ്വസിക്കാൻ മനസ്സില്ല. താൻ നിത്യവും ഏർപ്പെടുന്നതായ സ്ഥലത്ത് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ശ്വസിക്കുവാനായിട്ട് തനിക്ക് കഴിയുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ കവി പറയാണ്, നിശ്ചയമായിട്ടും തങ്ങൾ വളരുന്നതായ ചുറ്റുപാടിലെ സുഗന്ധത്തെ അല്ലെങ്കിൽ ആ എയറിനെ അല്ലെങ്കിൽ ഈ ചെടികൾ എന്ത് ചെയ്യുന്നു? ശ്വസിക്കുന്നു. അതിന്റെ വിശ്വാസമാണെന്ന് പറയുന്നു. അത്രമാത്രം പ്ലസന്റ് ആണ് എന്ന് സാരം. ഓക്കെ, എന്തായിട്ടില്ല? മലിനീകരണമായിട്ടില്ല എന്ന് സാരം. നമ്മൾ ചില സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ ലേസ് ഉള്ളവര് കർച്ചീഫ് വെച്ചിട്ട് എന്ത് ചെയ്യാറില്ലേ? മൂക്ക് പൊത്തി നടക്കാറില്ലേ? ഇനി ഒന്ന് ശ്വാസം അടക്കി പിടിച്ചിട്ട് ഓടിയങ്ങ് അപ്പുറത്ത് മറികടക്കാറില്ലേ? ഇനി ചില നിമിഷങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാറില്ലേ? ചില നിമിഷങ്ങളാണെങ്കിൽ പുറത്തുനിന്ന് അകത്ത് കയറി ഇരിക്കാറില്ലേ? നമുക്ക് ശ്വസിക്കാൻ കഴിയാത്ത വായു ചുറ്റുപാട് നിറയുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? എന്നാൽ കവി പറയുകയാണ്, അങ്ങനെയല്ല. അതെല്ലാം ആരാസ്വദിക്കുന്നുണ്ട്? നമ്മുടെ പ്രിമോസ് പ്ലാന്റും പെറിവിങ്കിൾ പ്ലാന്റും ഒക്കെ ആസ്വദിക്കുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അവിടെ ആൻഡ് ഇറ്റ്സ് മൈ ഫെയ്ത്ത് എന്നൊക്കെ കാണുന്ന വാക്ക് കാണുന്നുണ്ട്. അത് ഒരു കവിത എഴുതുമ്പോഴത്തേക്ക് നമ്മൾ മലയാളത്തില് ലഘു ഗുരു എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ലോങ് എന്നും ഷോർട്ട് എന്നും പറഞ്ഞിട്ട് ഒരു രീതിയുണ്ട്. നിങ്ങൾക്ക് നിലവിലത് പരീക്ഷയ്ക്ക് അത് ഗുണകരമല്ല. നിങ്ങൾ ഡിഗ്രി ഇംഗ്ലീഷ് എടുത്തൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമെന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് തരാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അയാംപിക് പെൻഡാമിക് റിതം എന്ന രീതിയിലാണ് അതെന്ത് ചെയ്യുന്നത് സാധാരണ പറഞ്ഞു പോകുന്നത്. എന്ന് പറഞ്ഞാൽ ലഘു ഗുരു ഗണമായിട്ടാണ് ഒരു വീക്കായിട്ട് ഒരു സിലബിൾ വരുന്നിട്ട് തൊട്ടടുത്ത ഒരു ലോങ് സിലബിൾ വരികയും ചെയ്യുന്ന രീതിയിലാണ് അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ അതിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വാക്ക് മാറ്റിയിട്ട് ഇറ്റ്സ് മൈ ഫെയ്ത്ത് ആൻഡ് എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ്സ് ബ്രെത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് ത്രൂ ഓൾ ഓവർ ദ പോയം. അപ്പൊ അതിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബ്രെത്ത്സ്. ഓക്കെ, എൻജോയ്സ് ദ എയർ ബ്രെത്ത്, എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ബ്രെത്ത്. അവിടെ പേഴ്സണിഫിക്കേഷൻ പറയാം അല്ലേ? കാരണം മനുഷ്യരല്ലേ ശ്വസിക്കുന്നത്. മനുഷ്യ ഗുണം ആർക്കുള്ളത്? ഫ്ലവറിന് കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് പേഴ്സണിഫിക്കേഷൻ പറയാം. അപ്പോൾ തന്നെ ഫെയ്ത്തും ഫ്ലവറിന് നമുക്ക് അലിട്രേഷൻ കൊടുത്തൂടെ? കൊടുക്കാൻ സാധിക്കുമല്ലോ. കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ത്രൂ പ്രിമോസ് ട്രാപ്സ് ദാറ്റ് ഗ്രീൻ ഫ്ലവർ ദ പെറിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീത്ത് എന്ന സംഭവത്തിൽ നമുക്കൊരു വിഷ്വൽ ഇമേജ് നൽകുകയില്ല, ഒരു കണ്ണിന് ഒരു ബിംബം നൽകുകയില്ല, കാഴ്ചരസം. ഓക്കെ, നമുക്ക് അതും എന്ത് ചെയ്യാം? അതും അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ദ ബേർഡ്സ് കനോട്ട് മീ നെക്സ്റ്റ് സ്റ്റാൻസ. ദ ബേർഡ്സ് എറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. എനിക്ക് ചുറ്റുമുള്ള പക്ഷികൾ ചാടുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദർ തോട്ട്സ് ഐ കനോട്ട് മെഷർ. അവരുടെ ചിന്തകൾ എന്താണെന്ന് എനിക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ സാധിക്കില്ല. അവർ എന്തുമാത്രം സന്തോഷിക്കുന്നു, അവരുടെ ചിന്ത എന്തൊക്കെയാണെന്നോ നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരിയുടെയോ ചിന്ത പോലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇനി പക്ഷിയുടെ അല്ലേ? കവി പറയുകയാണ്, തോട്ട്സ് ഐ കനോട്ട് മെഷർ. അവരുടെ ചിന്ത എനിക്ക് മെഷർ ചെയ്യാനേ പറ്റുന്നില്ല. ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ലേ മെയ്ഡ് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. അവർ കാണിക്കുന്ന ഓരോ ചലനവും എനിക്കത് ഈ ഒരു സെൻസ് കൊണ്ട് തരുന്നുണ്ട്. വളരെ ത്രിൽഡ് ആണ്, അവർ വളരെ സന്തോഷത്തിലാണ്. ദേ ആർ ത്രിൽഡ് ഓഫ് പ്ലഷർ. അവര് എന്തിലാണ്? സന്തോഷത്തിന്റെ ത്രില്ലിലാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ റൈമിംഗ് സ്കീമിൽ പ്ലേഡ്, മെയ്ഡ്, മെഷർ, പ്രഷർ, എബി തന്നെയാണ്. ഇനി ദ ബേർഡ്സ് അറൌണ്ട് മീ എന്ന് പറയുന്ന സംഭവത്തിൽ നമുക്ക് വിഷ്വൽ ഇമാജിനറിയിലോട്ട് പോകാം. ദെയർ തോട്ട്, അത് നമുക്ക് എന്ത് കൊടുക്കാം? ലിറ്ററേഷൻ കൊടുക്കാം. പിന്നെ ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിൽ മനസ്സിലാക്കാനായിട്ടുള്ളത്. ശരിയല്ലേ? ഓക്കെ, വേഗത കൂടി പോകണമെങ്കിൽ പാസ് ചെയ്തിട്ട് തിരിച്ചെന്ത് ചെയ്യുക? പോയി പഠിച്ച് തിരിച്ചു വരിക. ഓക്കെ. The budding, next stance. The budding twigs spread out their fan to catch the breezy air. ഈ മുളച്ചു വരുന്നതായ എന്തില്ലേ പിന്നെ ട്വിഗ്സ് ഇല്ലേ, കുരുന്ന് ഇലകളില്ലേ, അവ എന്ത് ചെയ്യണം? സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ. അവിടെ ഇലകളൊക്കെ എന്ത് ചെയ്യുകയാണ്? അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്.
ടു ക്യാച്ച് ദ ബ്രീസി എയർ, ആ ഇളം തെന്നലിൽ ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇളം തെന്നലിനെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വൃക്ഷങ്ങളുടെ ഫാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലകളാണ് അല്ലേ, അത് ഇലയിൽ തട്ടുമ്പോഴാണ് ആക്ച്വലി എന്തുകൊണ്ട് സംഭവിക്കുന്നത്, കാറ്റുണ്ടാകുന്നത്. ആ കുരുന്ന് പോലും എന്ത് ചെയ്യുകയാണ്, പുറത്തേക്ക് വന്നിട്ട് വാ തെന്നലേ, ആ ഇളം തെന്നലേ എന്നിലൊന്ന് തട്ട്, ഞാനൊന്ന് വീശറിയാകട്ടെ, ഞാനൊന്ന് ഫാൻ ആകട്ടെ എന്നത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഓക്കെ, ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തിൽ ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ഡേറ്റ് കൊടുത്തെന്ന് ചിന്തിച്ചേക്കുക, എന്നാ എടോ 30-ാം തീയതി നീ ഇന്നെ എന്ത് ചെയ്യും, റിലീസാവും, നീ അതിന്റെ തണ്ടിൽ നിന്ന് ഇലയായിട്ട് പുറത്തേക്ക് വരും എന്ന് പറഞ്ഞിട്ട് ദൈവം അവനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു വിചാരിച്ചേക്കുക. അപ്പൊ തല ഒരു തുമ്പൊന്ന് ഉയർത്തി നോക്കും പ്രകൃതിയിലോട്ട്, ദുർഗന്ധം ദുർഗന്ധം ദുർഗന്ധം, പുക, മലിനീകരണം എന്ന് ചിന്തിച്ചിട്ട് ആ 30-ാം തീയതി ആകുമ്പോഴത്തേക്ക് നേരെ തിരിഞ്ഞ് അകത്ത് കയറിക്കളയും. എനിക്ക് ഈ കാട്ടത്ത് എന്ത് ചെയ്യണ്ട, ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇന്ന് പല വൃക്ഷങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആയി പോകുന്ന, മുരടിച്ചു പോകുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ദ ബഡിങ് ട്വിക്സ്, ഇങ്ങനെ മുകളമായിട്ട് വരുന്ന ട്വിക്സ് പോലെ എന്ത് ചെയ്യുകയാണ്, സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ, അവിടെ ഇലകളൊക്കെ വിതർത്തുകയാണ്. ടു ക്യാച്ച് ദ ബ്രീസിൽ എയർ, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഇളം കാറ്റലിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തുമാത്രം മനോഹരമായി ഈ സ്ഥലം എന്ന് ചിന്തിച്ചേക്കുക. ഓക്കെ, and I must think, do all I can that there was pleasure there. Okay, that there was pleasure there. Okay, and I must think, ഞാൻ ചിന്തിക്കുകയാണ്, do all I can, എനിക്ക് ചെയ്യാവുന്നൊരു കാര്യം, that there was a pleasure there, അവിടെ എന്തു മാത്രമാണുള്ളത്, പ്ലഷർ മാത്രമുള്ളതെന്ന് ചിന്തിക്കാൻ, സന്തോഷം മാത്രമേ അവിടെ ഉള്ളൂ എന്ന് ചിന്തിക്കാൻ മാത്രമാണ് എനിക്ക് കഴിയുക എന്ന് പറയുന്നത്. ഓക്കെ, ആ വരിയിലും ദർ ഫാൻ എന്ന് ഉദ്ദേശിച്ച സാധാരണ ഫാൻ ആ രീതിയൊക്കെ മനുഷ്യരാണെന്ന് അവിടെ പേഴ്സണിഫിക്കേഷൻ കൊടുക്കാം. ദ ബഡിങ് ട്വിക്സ്, ഇങ്ങനെ വിരിഞ്ഞു വരുന്നതായ ട്വിക്സ്, അതിന് വിഷ്വൽ ഇമാജ് കൊടുക്കാം. പിന്നീട് ബ്രീസി എയർ, ഓക്കെ ഓക്കെ, അപ്പൊ ഫാന് എയർ, ഓക്കെ ഫാന് ക്യാന് എയർ ദർ, അപ്പൊ അവിടെ ഒന്ന് കൊടുക്കാം, എയും ബിസി കൊടുക്കാം, കണ്ടതല്ലോ അത് തന്നെ. പിന്നെ ദാറ്റ് ദയർ ദർ ലാസ്റ്റ് വരിയിൽ, ഓക്കെ അതിന് അലിട്രേഷൻ കൊടുക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ അല്ലേ. ഓക്കെ, ഇത് ടു ക്യാച്ച് ദ ബ്രീസി എയർ വേണമെങ്കിൽ ടാക്ടൈൽ ഇമേജ് കൊടുക്കാം. എന്ത് ഇമേജ് കൊടുക്കാം, ടാക്ടൈൽ, സ്പർശന ഇമേജ്, ടാക്ടൈൽ ഇമേജ്. ഓക്കെ, റൈറ്റ്, TACTIL, ടാക്ടൈൽ ഇമേജ്. ഓക്കെ, ശരി. നെക്സ്റ്റ്, അടുത്തിനി എവിടെയുണ്ട്, നെക്സ്റ്റ് സെൻസ്. ഓക്കെ, സ്റ്റാൻസ. ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻഡ്, എന്റെ ഈ ചിന്ത സ്വർഗത്തിൽ നിന്നാണ് അയക്കപ്പെട്ടതെങ്കിൽ, ഇഫ് സച്ച് ബി നാച്ചേഴ്സ് ഹോളി പ്ലാൻ, ഇത് ദൈവത്തിന്റെ പ്രകൃതിയുടെ വിശുദ്ധ പ്ലാൻ ആണെങ്കിൽ, ഹാവ് ഐ നോട്ട് റീസൺ ടു ലമന്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, എനിക്ക് മനുഷ്യൻ എന്താണ് മനുഷ്യനോട് ചെയ്തത് എന്ന് ഓർത്ത് ലമന്റ് ചെയ്യേണ്ട കാരണമില്ലയോ എന്ന് ചോദിക്കുക. മനുഷ്യനായ ഞാൻ, ഓക്കെ, മനുഷ്യർക്ക് വേണ്ടി ചെയ്യേണ്ടതായ പ്രകൃതി, ദൈവം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോൾ, പ്രകൃതി അതിന്റെ വിശുദ്ധ പ്ലാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ, മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന കാര്യം, ആ കാര്യത്തെ ഓർത്ത് ഞാൻ ലമന്റ് ചെയ്യേണ്ടതല്ലേ, ഞാൻ വിലപിക്കേണ്ടതല്ലേ എന്ന് കവി ചോദിച്ച് തന്റെ കവിത നിർത്തുകയാണ്. ഓക്കെ, അവിടെയും കാണേണ്ടത് എയും ബിയും ഒക്കെയാണ്. ഓക്കെ, നാച്ചേഴ്സ് ഹോളി പ്ലാൻ എന്നൊക്കെ പറയുന്ന സംഭവം നമുക്ക് പേഴ്സണിഫിക്കേഷൻ ആയിട്ട് പറയാവുന്നതാണ്. മറ്റേ മേൻ ഹാസ് മേൻ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ കവിതയിൽ തൽക്കാലം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി മറ്റെന്തെങ്കിലുമൊക്കെ കാര്യാദികളൊക്കെ ഉണ്ട് എങ്കിൽ നമുക്കത് പിന്നത്തേൽ മനസ്സിലാക്കാവുന്നതാണ്. നേരെ എന്ത് ചെയ്യുക, പോയി ഒന്നുകൂടെ വായിക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ എല്ലാം ചെയ്യുക. നിങ്ങൾ ആരും എന്നെ ഒരു രീതിയിലും എന്ത് ചെയ്യുന്നില്ല, വിളിക്കുന്നില്ല, നിങ്ങളുടെ വർക്കുകളൊന്നും എനിക്ക് ഇട്ട് കാണുന്നില്ല. ഐ മീൻ, ഞാൻ എന്തൊക്കെ പറഞ്ഞിരുന്നു അതൊന്നും എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല. സോ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പോകുന്നു. നിങ്ങൾ ഏത് സമയത്ത് വിളിക്കാം എന്നുള്ള ആ ഒരു ടൈം എന്ത് ചെയ്യുക, നിങ്ങൾ കുറിച്ചിടുക. മീൻസ് എന്ത് ചെയ്യുക, ടെലിഗ്രാമിൽ കുറിച്ചിടുക, അല്ലെങ്കിൽ വാട്സപ്പിൽ കുറിച്ചിടുക. നിങ്ങൾ അതും ചെയ്തില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, അറിയാമല്ലോ, ഞാൻ അവിടേക്ക് വരും, വീട്ടിൽ വന്ന് ചോദ്യം ചോദിക്കും. ഓക്കെ, വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ നല്ല ചിലവ് കൂടുതലാവും. ഓക്കെ, എനിക്ക് പായസവും ചായയൊക്കെ വെച്ച് തരേണ്ടി വരും, ലഡുവും ജിലേബിയൊക്കെ ഉണ്ടാക്കി തരേണ്ടി വരും, ചിക്കനും മട്ടനൊക്കെ വെച്ച് തരേണ്ടി വരും. പറഞ്ഞല്ലോ, അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. പിന്നെ പെട്രോളിൻ്റെ കാശോട് തരേണ്ടി വരും. അപ്പം അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ എന്ത് ചെയ്യുക, പിന്നെ ഏത് സമയത്താണ് വർക്ക് ചെയ്തിടുക, പഠിച്ച് അത് വീഡിയോ എടുത്തിട്ടോ അല്ലെങ്കിൽ ആഡിയോ എടുത്തിടുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ മറ്റേ എന്ത് വെച്ച് സംഭവം പിരിക്കിയിട്ട്
മൈക്ക് സംബന്ധിക്കുന്നതിന് ശേഷം സംസാരിക്കുക, പഠിച്ചത് കാണാതെ പറയുക, എന്നിട്ട് ഇങ്ങോട്ട് വായിക്കേണ്ട കാണാതെ പിടിച്ചിടുക, ഇത്രയും ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം ആ പോയത്തിനെ കുറിച്ച് കൊടുക്കുക, നിങ്ങളുടെ നോട്ട്സ് എടുക്കുക. അതിൽ ഗ്ലിംസസ് ഓഫ് ഗ്രീനിലെ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഓക്കെ, പോയറ്റ് വില്യം വേർഡ്സ്വർത്ത് ആണ്. തീം എന്ന് പറയുന്നത് സ്ട്രൈക്കിംഗ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് ഹ്യൂമാനിറ്റി. പ്രകൃതിയും മനുഷ്യവർഗവും തമ്മിലുള്ളതായ ഒരു സ്ട്രൈക്കിംഗ് കോൺട്രാസ്റ്റ്, വൈരുദ്ധ്യത്തെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. റൈം സ്കീം എന്ന് പറഞ്ഞാൽ എ ബി ആണ്. ത്രൂ ഔട്ട് ദ പോയം, പോയത്തിലുടനീളം അങ്ങനെ തന്നെ ഉണ്ട്. കോമ്പോസിഷൻ എന്ന് പറയുന്നത് 6 ഫോംസ് ലൈൻ സ്റ്റാൻസസ്, 4 വരി എന്തുണ്ട്, സ്റ്റാൻസകളാണുള്ളത്. 6 ഉണ്ട്, 4 വരി സ്റ്റാൻസസ്. റിതം എന്ന് പറഞ്ഞാൽ ഇയാംബിക് എന്ന് പറഞ്ഞ റിതമാണ്. 1 വീക്ക് ഓർ ഷോർട്ട് സിലബിൾ ഈസ് ഫോളോഡ് ബൈ 1 സ്ട്രോങ് ഓർ ലോങ്. ഒരു നീണ്ടതും ഒരു ദീർഘമായ സംഭവത്തിന് തുടർന്ന് ഒരു വീക്കും ഒരു ഷോർട്ട് സിലബിൾ വരുന്നു. ആ ഒരു റിതമാണ് ത്രൂഔട്ട് പോയം ഇയാംബിക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി സ്റ്റൈൽ ആണെങ്കിൽ സിമ്പിൾ വേർഡ്സ് ഓഫ് റൊമാൻറ്റിക് മൂവ്മെന്റ്. കാൽപ്പനിക കാലത്തെ കാൽപ്പനിക പ്രസ്ഥാനത്തിലെ സിമ്പിൾ വേർഡ്സ് ആണ് കവി എന്ത് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി കവിതയിൽ ഉപയോഗിച്ച ഡിവൈസസ് കുറിച്ച് പറയുന്നു. അലിട്രേഷൻ, വാട്ട് മാൻ ഹാസ് ഡൺ മെയ്ഡ് ഫോർ മാൻ, കണ്ട കാര്യമാണ്. ഡീസ് മൈ ഫെയ്ത്ത് ആൻഡ് ദാറ്റ് എവർ ഫ്ലവർ, കണ്ട കാര്യമാണ്. ഹൈപ്പർബോൾ, 1000 ബ്ലണ്ടഡ് നോട്ട്സ്, കണ്ട കാര്യമാണ്. പേഴ്സണിഫിക്കേഷൻ, ടു ഹെയർ ഫെയർ വർക്സ് ഡിഡ് നാച്ചുറൽ ലിങ്ക്. ആൻഡ് ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ദ ബഡിംഗ് സ്റ്റിക്സ് സ്പ്രെഡ് ഔട്ട് ഇറ്റ്സ് ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ തുടങ്ങിയവയൊക്കെ പേഴ്സണിഫിക്കേഷൻ ആണ്. ഇമാജറി, വിഷ്വൽ ഇമാജറി എന്ന് പറയുന്നത് ദ ബേർഡ്സ് അറൌണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. ദ ഗ്രോവ്, ദ ഗ്രീൻ ഫ്ലവർ ഓഫ് ഫ്ലവേഴ്സ്, പ്രിമോസ് ആൻഡ് പെറിവിങ്കിൾ, ബഡിംഗ് ട്വിക്സ്. ഓൾട്ടറി ഇമാജ്, ഐ ഹാഡ് 1000 ബ്ലണ്ടഡ് നോട്ട്സ് തുടങ്ങിയവയൊക്കെ ചില പോയിന്റ് ഡിവൈസസ് ആണ്. ഇനി സമ്മറി എന്നൊരു സംഭവം, അപ്രീസിയേഷൻ ഓഫ് ദ പോയം ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാമെന്ന് ചിന്തിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക.